വെൽക്കം ബാക്ക് ടു RS സ്റ്റോറീസ്. അപ്പോൾ നേരം വെളുക്കുന്നതിന് മുമ്പ് ഉറങ്ങി എണീറ്റ് നിൽക്കുകയുണ്ട്. അതാണ് മുഖമൊക്കെ ഇങ്ങനെ കടുത്ത് വാരി നിൽക്കുന്നത്. ഈ കിടന്ന് കഷ്ടപ്പെടുന്ന പപ്പേനെ കൊണ്ട് ഒരു ഹായ് പറയിക്കാൻ വേണ്ടിയിട്ടാണ്. പപ്പ ഹായ് പറയത്തില്ല, പപ്പ കടുത്ത് നിൽക്കുകയായിരുന്നു. ഇന്ന് അവസാനം പപ്പ ഹായ് ഒക്കെ പറഞ്ഞു. നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഈ നേരെ വെളുത്ത് ഇറങ്ങി പോകാൻ നിൽക്കുന്നത് വേറെ എങ്ങോട്ടും അല്ല, നമ്മൾ അമ്പലങ്ങളിലോട്ട് പോവുകയാണ്. നമ്മൾ ഭക്തിസാന്ദ്രമായൊരു യാത്രയിലാണ് നമ്മൾ പോകുന്നത്. യാത്രയ്ക്കാണ് പോകുന്നത്. ഈ കവർ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വിശപ്പിൻ്റെ അസ്കിതയുള്ളത് കൊണ്ട് ആ കവർ നിറയെ സ്നാക്സാണ്, എനിക്ക് കഴിക്കാനുള്ള സ്നാക്സാണ്. അപ്പോൾ അവൻ്റെയൊക്കെ മുഖം നല്ല കടുത്ത് വാരിയിരിക്കുകയാണ്. ഇത്തിരി മുഖം ഒരു 2 കുട്ടക്കൊക്കെയാണ് ഇരിക്കുന്നത്, വേറൊന്നും കൊണ്ടല്ല. നമ്മൾ ഈ 4-4:30 കണ്ടിട്ട് തന്നെ കുറേ നാളായി. അപ്പോൾ കാണാതിരുന്ന് കണ്ടപ്പോഴത്തേക്ക് ഈ ഉറക്കമൊന്നും ശരിയാവാത്ത എൻ്റെ ഒരു മുഖത്തിൻ്റെ കടുപ്പാണ് കേട്ടോ അത്. നമ്മൾ 4:30 എണീറ്റപ്പോൾ തന്നെ അമ്മൂനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ എണീറ്റ് റെഡിയാവാൻ പോവുകയാണെന്ന്. പപ്പയും അമ്മയും മാത്രമായിരുന്നു എങ്കിൽ 4:30 എണീറ്റ് അവർ 5 മണിയാകുമ്പോഴത്തേക്ക് പോയേനെ. പക്ഷേ ഞാനും അവനും കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ 4:30 എണീറ്റ് 5 മണിക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ 6 മണിയായി നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക്. 5 മണിയായപ്പോഴത്തേക്ക് അമ്മു റെഡിയായി നിന്നു. അപ്പു വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പു ചേച്ചിയെ കാണാൻ വെമ്പായത്ത് പോവാമെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് അപ്പു വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ റെഡിയായി അമ്മൂനെ പിക്ക് ചെയ്ത് നേരെ നമ്മൾ നമ്മുടെ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം, നമ്മൾ വലിയമ്പലം എന്ന് പറയും, നമ്മൾ അങ്ങോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇത് നമ്മളെ നാട്ടിലെ അമ്പലമാണ്. അവിടെ ഇപ്പോൾ ഉത്സവം തുടങ്ങുകയാണ് കേട്ടോ. ഇന്ന് തൊട്ട് ഉത്സവം സ്റ്റാർട്ടിംഗ് ആണ് അവിടെ. അപ്പോൾ ഭയങ്കര വലിയ ഉത്സവമാണ്, 10 ദിവസത്തെ ഉത്സവമാണ്. 9ാമത്തെ ദിവസമാണ് കേട്ടോ മറ്റേ ഭയങ്കര സംഭവബഹുലമായ ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ വന്നിട്ട് തൊഴാൻ വേണ്ടി ഇറങ്ങി. അമ്മയും പപ്പയും പോകുന്നു, രാഹു പോകുന്നു, അതിന് തൊട്ട് ഫ്രണ്ടിൽ അമ്മു പോകുന്നുണ്ട്. നമ്മൾ തലേ ദിവസം ബീച്ചിൽ പോയപ്പോഴത്തേക്ക് അമ്മുവിന് കുറച്ച് ഷുഗറൊക്കെ ലോ ആയിട്ട് കുറച്ച് സീനൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത് അമ്മുവിനെ സെറ്റിൽ ഡൗൺ ചെയ്താണ് അവസാനം വീട്ടിൽ കൊണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അമ്മുവിന് എങ്ങനെയാണ് ഷുഗർ എന്നൊക്കെ. അപ്പോൾ അമ്മുവിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലത്തിലെ ആന. അതിപ്പോഴും ഇങ്ങനെ തലവലിക്ക് നിൽക്കും. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ഇതാണ് നമ്മുടെ അമ്പലം. അടിപൊളി അമ്പലമാണ്, ഭയങ്കര വൈബാണ് കേട്ടോ. വൈബെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലാണ്, ഭയങ്കര സൂത്തിങ് ഫീലാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക്. ഭയങ്കര കാമൻ ക്വയറ്റൊക്കെ ആയിട്ട് അമ്പലമൊക്കെ പണ്ടത്തെ ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ തൊഴുതൊക്കെ ഇറങ്ങി. അവിടെ ഇപ്പം ഈ ഇടയ്ക്കാണ് നമ്മുടെ മറ്റേ കൊടിമരം സ്വർണം പൂശിയത്. അങ്ങനെ അതിൻ്റെ ഒരു 4 ദിവസത്തെ ഉത്സവം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് വലിയ കൂനമ്പായിക്കുളം അമ്പലത്തിലാണ് കേട്ടോ പോയത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. നല്ലൊരു ഭക്തിസാന്ദ്രമായ അമ്പലമെല്ലാം അങ്ങനെയാ തോന്നല്ലേ, ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് ഭയങ്കര ഫീലൊക്കെ തരുന്ന അമ്പലമാണ് തോന്നുന്നു. എനിക്ക് അവിടുത്തെ സർപ്പക്കാവ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു അങ്ങോട്ട് പോകുന്ന ആ ഒരു ഏരിയയും. സർപ്പക്കാവിൽ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് വലിയ കൂനമ്പായിക്കുളം അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ട് പോവുക, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്പലം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് മണിയേട്ടൻ അമ്പലത്തിലാട്ടോ, കാട്ടിൽമേക്കാതിൽ അമ്പലം. അപ്പോൾ അവിടെ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ മണിയിട്ടാനാണ് പോകുന്നത്. ഇത് കണക്ക് നമ്മൾ അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് അമ്പലത്തിലോട്ട് പോകണമെങ്കിൽ നമ്മൾ മറ്റേ ജങ്കാറിൽ പോകണം. അപ്പോൾ ഞാൻ കുറേ തവണ പോയിട്ടുണ്ട്. അതായത് ഞാൻ എൻ്റെ അമ്മൂമ്മേരെ കൂടെയും അമ്മേരെ കൂടെയൊക്കെ ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. എനിക്കിഷ്ടമാണ്. എനിക്ക് അവിടെ പോകുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതാണ്. നമുക്കിങ്ങനെ ജങ്കാറിലിങ്ങനെ വെള്ളത്തിൽ യാത്ര ചെയ്യാം. എനിക്ക് വള്ളത്തിൽ പോകണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഒരു വട്ടം പോകുമ്പോഴത്തേക്ക് ഇനി വള്ളത്തിൽ നമുക്ക് പോകണം. പിന്നെ ഒരു തരത്തിൽ ആലോചിക്കുമ്പോഴത്തേക്ക് എനിക്ക് നീന്തൽ അറിയത്തില്ല. ഇനിയെങ്ങാനും വള്ളത്തിൽ പോയി വള്ളം മറിഞ്ഞ് ഞാനെങ്ങാനും മരിച്ചു പോയാലോ എന്ന് പറയുന്ന പേടി എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. മരിക്കാൻ ഭയങ്കര പേടിയാണ്, ജീവിക്കാൻ ഭയങ്കര കൊതിയുമാണ്. അപ്പോൾ അങ്ങനെ ഇതാണ് കേട്ടോ, നമ്മൾ ജങ്കാറിൽ കയറി അപ്പുറത്തോട്ട് പോവുകയാണ്. ഞാനൊരു വൈറ്റ് ടോപ്പും വൈറ്റ് പാൻറ്റുമാണ് കേട്ടോ ഇട്ടിരുന്നത്, ഒരു പലാസോ പാൻറ്റും നല്ല ലൂസ് ടോപ്പും. ഇങ്ങനെ കാണാനൊരു ഭംഗിയില്ലെങ്കിലും ഇട്ടിട്ട് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു എന്നാണ് എല്ലാവരും അഭിപ്രായം. എന്നിട്ട് പപ്പയും അമ്മയും പോകുന്നു. അതിന് തൊട്ട് ഫ്രണ്ടിൽ
അമ്മ പോകുന്നുണ്ട് കേട്ടോ. അവർ ഭയങ്കര കാര്യമൊക്കെ പറഞ്ഞ് പോവാണ്. അപ്പോൾ അവരിങ്ങനെ പോയപ്പോഴത്തേക്ക് എനിക്കും അവനൊരു വീഡിയോ എടുക്കാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാനും അവനും കൂടെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നടന്ന് പോവുകയാണ്. നമ്മൾ പ്ലാൻഡ് അല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോകണം, കറങ്ങാൻ പോകണം, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എങ്കിലും അമ്പലങ്ങളിൽ പോകുന്ന കാര്യമൊന്നും പ്ലാൻഡ് അല്ലായിരുന്നു. പക്ഷേ പിന്നെ തോന്നി കൊള്ളാം, ചെന്ന് അമ്പലത്തിലൊക്കെ പോയി അവർ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആ ഒരു ഫീലിൽ പോയിട്ട് വന്നൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വേറൊരു കാര്യം, എനിക്ക് ഉറക്കം ഒട്ടും സഹിക്കാൻ വയ്യായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും കാറിൽ കിടന്നുറങ്ങി, തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും കാറിലിരുന്നുറങ്ങി. എനിക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ രക്ഷയില്ല. അത് കണക്ക് തന്നെ ഉറക്കം നന്നായിട്ട് ഉറങ്ങിയിട്ടൊക്കെ യാത്ര പോവുകയാണെങ്കിൽ ഞാൻ ഭയങ്കര വൈബിലല്ല പാട്ടൊക്കെ ഇട്ട് നല്ല തുള്ളി ഇരിക്കും. പക്ഷേ ഉറക്കം സെറ്റാവാതെ പോവുകയാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ രാത്രി യാത്രയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, രാവിലെ യാത്രയിലാണ് എനിക്ക് ഉറക്കം വരുന്നത്. പിന്നെ ഇതേ ഇവിടെ നമ്മൾ മണി കെട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഭയങ്കര രസമാണ്. എനിക്ക് അമ്പലത്തിനകത്ത് കയറി തൊഴുന്നതിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഈ മണി കെട്ടുന്ന സ്ഥലത്ത് വന്നപ്പോഴത്തേക്കാണ്. ഇപ്പോൾ എൻ്റെ പേരിലൊക്കെ മണി കെട്ടാനുണ്ടായിരുന്നു, എൻ്റെ പേരിൽ രാഹുലിൻ്റെ പേരിലും ചേച്ചിയുടെ പേരിലും ഒക്കെ ഉണ്ടായിരുന്നു മണി കെട്ടാനായിട്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കെട്ടി നമ്മൾ ഈ മണിയും കൊണ്ട് 3, 5 അല്ലെങ്കിൽ 7 വലത്ത് വെച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ആഗ്രഹം പ്രാർത്ഥിച്ച് മണി കെട്ടാനായിട്ട്. ഈ 7 മണി കെട്ടി, അതായത് ഒരു ദിവസം 7 മണിയല്ല, 7 ആഴ്ച 7 മാസവും വന്ന് നമ്മൾ മണി കെട്ടിയിട്ട് പൊങ്കാലിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കും എന്നാണ് വിശ്വാസം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നന്നായിട്ട് വിശപ്പുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വിശപ്പിൻ്റെ അസ്കിത ഭയങ്കര കൂടുതലാണ്. പ്രത്യേകിച്ച് എവിടെയെങ്കിലും പോയാൽ എനിക്ക് ഭയങ്കര വിശപ്പാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ നേരെ പോയി നമ്മൾ കഞ്ഞി കുടിച്ചു, അമ്പലത്തിലെ കഞ്ഞി കുടിച്ചു. എന്നിട്ട് നമ്മളൊന്ന് 10:30, 11 മണി ഈ നട്ടുച്ചയ്ക്ക് പോയി കടലും കണ്ടിട്ട് നേരെ വീട്ടിലോട്ട് തിരിച്ചു വന്നു. എന്നിട്ട് അമ്മ നല്ല ചോറും ചിക്കൻ കറിയും ഷവായിയും പിന്നെ കപ്പയൊക്കെ ഉണ്ടാക്കി തന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു. ഞാനിതൊന്നും അറിഞ്ഞില്ല. പപ്പ വരുമ്പോഴത്തേക്ക് അമ്മ എണീപ്പിക്കും എന്ന് പറയുന്ന ഒരിതിൽ ഞാൻ കിടന്നുറങ്ങി. എൻ്റെ വീട്ടിൽ വന്നാലും അമ്മയ്ക്ക് ജോലിയാണ്, ഞാൻ അവിടെ ചെന്നാലും അമ്മയ്ക്ക് ജോലിയാണ്. ഞാൻ കിടന്നുറങ്ങും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി 9:30, 10 മണിയായപ്പോഴത്തേക്കും നമ്മളും ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി. വരുന്ന വഴിക്ക് എനിക്ക് സോഡ നാരങ്ങ വെള്ളം കുടിക്കാൻ തോന്നിയിട്ട് നമ്മൾ കയറി ഒരു സോഡ നാരങ്ങ വെള്ളവും താങ്ങി. അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ. ബൈ ബൈ.